അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വീണ്ടും ഞെട്ടിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ ട്രംപ് തൊടുത്തുവിടുന്ന ഒളിയമ്പുകൾ, ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ തൊടുത്തുവിടുന്ന വിഷ അമ്പുകൾ എല്ലാം തന്നെ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നേരെ തന്നെ തിരിച്ചു വയ്ക്കുകയാണ് നരേന്ദ്രമോദി. പോരാത്തതിന് അമേരിക്ക എറിയുന്ന ഓരോ കല്ലുകളും അദ്ദേഹം എടുത്ത് വച്ച് ഓരോ ചവിട്ടുപടികളാക്കി പടവുകളാക്കി അതിൽ നടന്നു കയറുകയാണ്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് പ്രകാരം നരേന്ദ്രമോദിക്ക് എതിരെ തിരിയണം എന്ന് യൂറോപ്പിനോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ട്രംപിനെ ഞെട്ടിച്ചുകൊണ്ട് നരേന്ദ്രമോദി യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയെ ടെലിഫോണിൽ വിളിച്ചിരിക്കുകയാണ്. അതിനുശേഷം യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡി ലെയനെയും അദ്ദേഹം ടെലിഫോണിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ടെലിഫോണിൽ ബന്ധപ്പെട്ട് സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സംസാരിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ രണ്ട് ടെലിഫോൺ സംഭാഷണങ്ങൾക്ക് ശേഷം ഇരുവരെയും ഒന്നിച്ച് കോൺഫറൻസ് കോളിലിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മീറ്റ് ചെയ്തു എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ വരുന്നു. ദേ വെൽക്കംഡ് പ്രോഗ്രസ് ഇൻ ട്രേഡ്, ടെക്, ഡിഫൻസ് ആൻഡ് സപ്ലൈ ചെയിൻസ് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെ മെയർ, ഇവർ രണ്ടുപേരും ഇന്ത്യയുമായിട്ടുള്ള ട്രേഡിലുള്ള തങ്ങളുടെ പ്രോഗ്രഷൻ, ടെക്നോളജിയിലുള്ള തങ്ങളുടെ പ്രോഗ്രഷൻ, ഡിഫൻസിലും സപ്ലൈ ചെയിനുകളും ഏർപ്പെടാനുള്ള താല്പര്യം, പോരാത്തതിന് റീഅഫേംഡ് ഏർലി ഇന്ത്യ EU FTA ആൻഡ് ഡിസ്കസ്ഡ് യുക്രൈൻ എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു. യുക്രൈനെ കുറിച്ച് സംസാരിച്ചു. പോരാത്തതിന് ഇന്ത്യ EU FTA കുറിച്ചെല്ലാം സംസാരിച്ചു. ഫ്രീ ട്രേഡിനെ കുറിച്ച് സംസാരിച്ചു എന്നറിയാൻ സാധിക്കുന്നു. ഇവിടെ നമ്മൾ എടുത്തു കാണേണ്ട ഒരു കാര്യം, ഇനി റഷ്യയ്ക്ക് അധിക സമയമില്ല. റഷ്യ കൂടുതൽ കളിച്ചാൽ ഞങ്ങൾ നേരിട്ട് കളത്തിലിറങ്ങും എന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത് വലിയ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങും എന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഫോൺ സംഭാഷണം പുറത്തു വന്നിരിക്കുന്നത്. പോരാത്തതിന് യുക്രൈൻ വിഷയം സംസാരിച്ചു എന്നും കൂടെ കേൾക്കുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം. യുക്രൈൻ റഷ്യ യുദ്ധം നിർത്താൻ ന്യൂഡൽഹി വഴിയെ സാധിക്കുകയുള്ളൂ എന്ന് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പറഞ്ഞത്. അതായത് നരേന്ദ്രമോദിയാണ് ഇപ്പോൾ ലോകത്തിലെ കിങ് മേക്കറായി ഉയർന്നു വന്നിരിക്കുന്നത് എന്നാണ് ഇതെല്ലാം അർത്ഥമാക്കുന്നത്. എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.